വായിക്കുന്നത് 6ാം ക്ലാസ്സിൽ നിന്നും ഏഞ്ചലീന തെരേസ. 20/7/25 വത്തിക്കാൻ വാർത്തകൾ. ആർച്ച് ബിഷപ്പ് മോസ് റവറൻ പോൾ റിച്ചാർഡ് ഗാലഗർ ഇന്ത്യൻ സന്ദർശനം ആരംഭിച്ചു. വത്തിക്കാൻ സിറ്റി സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മറ്റു രാജ്യങ്ങളുമായി അന്താരാഷ്ട്ര സംഘടനകളും ഉള്ള രാഷ്ട്രത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മോസ് റവറൻ പോൾ റിച്ചാർഡ് ഗാലഗർ ജൂലൈ 13 മുതൽ ഇന്ത്യൻ സന്ദർശനം ആരംഭിച്ചു. ഈ സന്ദർശനം ജൂലൈ 19 ശനിയാഴ്ച വരെ തുടരുമെന്ന് വത്തിക്കാൻ സെക്രട്ടറി അറിയിച്ചു. പരിശുദ്ധ സിംഹാസനവും ഇന്ത്യ എന്ന രാജ്യവും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ബന്ധങ്ങൾ ഏകീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. അതിരൂപത വാർത്തകൾ. KRLCC 45ാം ജനറൽ അസംബ്ലി സമാപിച്ചു. ആസന്നമായ തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വ്യക്തമായ രാഷ്ട്രീയ സമീപനം കൈക്കൊള്ളുവാൻ KRLCC ജനറൽ അസംബ്ലി തീരുമാനിച്ചു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയകാര്യ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് തടസ്സങ്ങൾ പരിഹരിക്കണമെന്ന് സമുദായ നിയന്ത്രണം ഉന്നയിച്ച് ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യാശ സമര പരിപാടികൾ ആരംഭിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. വിശ്വാസ പരിശീലന കമ്മീഷൻ വാർത്തകൾ. ജൂലൈ 13 ആശീർഭവനത്തിൽ വെച്ച് നടന്ന അതിരൂപതാല സ്കൂൾ ലീഡേഴ്സ് മീറ്റിംഗിൽ 2025-26 കാലഘട്ടങ്ങളിൽ സ്കൂൾ ലീഡേഴ്സ് തെരഞ്ഞെടുത്തു. ആറാട്ടുവഴി ക്രൈസ്റ്റ് ദ കിങ് ഇടവക, ആഷ്ടൺ ഷിബു മൂത്തേടം സെന്റ് മേരീസ് മാഗ്ദലിൻ ഇടവക, ശ്രേയ ഗ്രീസ് സോണി എന്നിവരാണ് തെരഞ്ഞെടുത്തത്. ലൂസ് ഭാഗ്യചിഹ്നം. 2025 ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ നിന്നും കുട്ടികൾക്ക് യുവജനങ്ങൾക്കും പ്രചോദനമായി മാറാൻ ഒരുക്കിയ മാസ്കോട്ട് ഭാഗ്യചിഹ്നം ലൂസ് ലൂച്ചി പ്രകാശമെന്നാണ് അർത്ഥം. ഈ ചിത്രം നമ്മുടെ ഇടവകയിൽ പ്രദർശിപ്പിക്കണമെന്ന് കുട്ടികൾക്ക് ഈ മാസ്കോട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുവാൻ പരിശ്രമിക്കണമെന്നും ഡയറക്ടർ റവറൻ ഫാദർ വിൻസെന്റ് നടുവിലപ്പറമ്പിൽ അഭ്യർത്ഥിച്ചു. സഭാവാർത്തകൾ ഇനി അടുത്ത ആഴ്ച.